പ്രാർത്ഥന മുഴുവൻ അതുതന്നെയായിരുന്നു, ഒരു ടി വി നൽകണമെന്ന്. സന്ധ്യാപ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴും പ്രാർത്ഥന അതുതന്നെയായിരുന്നു. ആ പ്രാർത്ഥന ഈശോ കേട്ടിട്ടാണോ എന്തോ അറിയില്ല. അമ്മച്ചി ഇടയ്ക്ക് ജോലിക്ക് പോകുന്ന വീട്ടിലെ വർഗീസേട്ടൻ പുതിയ കളർ ടി വി വാങ്ങിയപ്പോൾ അവരുടെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി അമ്മച്ചിക്ക് കൊടുത്തു. പിള്ളേര് കണ്ടോട്ടെ എന്ന് പറഞ്ഞു. അന്ന് സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു. പെട്ടെന്ന് പണക്കാരായ പോലെ ഒരു ചിന്ത. വീട്ടിലേക്ക് ടെലിവിഷൻ കൊണ്ടുവന്ന് വെച്ചതും അതിന്റെ കേബിളും ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്തതും അപ്പുറത്തെ വീട്ടിലെ ബെന്നി അച്ചാച്ചനാണ്. ടി വി ഓണായതേ വല്ലാത്ത സന്തോഷമായിരുന്നു. എങ്കിലും സുമ ചേച്ചിയുടെ വീട്ടിൽ കാണുന്ന പോലെയുള്ള ടി വി അല്ല. എല്ലാവരെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി ആണ് കാണുന്നത്. എങ്കിലും സാരമില്ല, ഇനി ആരുടെയും വഴക്ക് കേൾക്കാതെ ഏറെ സന്തോഷത്തോടെ ടി വി കാണാമല്ലോ എന്നൊരു സമാധാനമായിരുന്നു അപ്പോൾ നിറഞ്ഞു നിന്നിരുന്നത്. ചിത്രഗീതവും ശക്തിമാനും ഒക്കെ ഇനി സ്വന്തം വീട്ടിലിരുന്ന് കാണാം. അതുകൊണ്ട് പഠിത്തത്തിൽ പിന്നോക്കം പോകാൻ പാടില്ലെന്നൊരു നിബന്ധന അമ്മച്ചി വയ്ക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ സന്തോഷമായി. പിന്നീട് ചിത്രഗീതവും ഓമനത്തിങ്കൽ പക്ഷിയും ഒക്കെ സ്ഥിരം കാഴ്ചകളായി. 9ാം ക്ലാസ്സിലെ അവധിക്കാലത്താണ് ആദ്യമായി ഇത് സംഭവിക്കുന്നത്. ഒരു ദിവസം മുറ്റത്തിരുന്ന് അമ്മച്ചിയെ സഹായിക്കുവാൻ വേണ്ടി പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വെള്ളപ്പാവാടയുടെ പുറകിൽ ചുവന്ന പൊട്ടുകൾ വല്യമ്മച്ചി കണ്ടതും പെട്ടെന്ന് തന്നെ സന്തോഷത്തോടെ അരികിലേക്ക് വന്നു. പിന്നെ അമ്മച്ചിയെ വിളിച്ചു പറഞ്ഞു, ഒരു പെൺകുട്ടിയായതിൻ്റെ ആദ്യ ലക്ഷണം. വയറുവേദനയോടെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പിന്നീട് ഉപദേശങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഒഴുകിയെത്തി. സ്കൂള് തുറന്നപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു ദീപയോട് പറയാൻ. അതിൽ ആർത്തവവും ഉൾപ്പെട്ടു. 2007 2008 എത്തി നിൽക്കുന്നു. നോക്കിയ ഫോൺ വിപണിയിൽ തരംഗം സൃഷ്ടിച്ച സമയം. യൂത്ത് ഫെസ്റ്റിവലിന്റെ ദിവസം ഒപ്പന കളിക്കുവാൻ വേണ്ടി എല്ലാവരും തിരക്കിട്ട് ഒരുങ്ങുകയാണ്. ഈ സമയത്താണ് പെട്ടെന്ന് മഞ്ജിമ ക്ലാസ്സിലേക്ക് ഒരു ഫോണുമായി എത്തുന്നത്. അവളുടെ കൂടെ അവളുടെ അമ്മയുണ്ടായിരുന്നു. അമ്മ എല്ലാവർക്കും പരിചയപ്പെടുത്തി. എല്ലാ ചിത്രങ്ങളും അവൾ പകർത്തുന്നുണ്ടായിരുന്നു ഫോണിൽ. അതെന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു കൗതുകം മനസ്സിൽ തോന്നിയെങ്കിലും അത് സാധിക്കില്ലെന്നുള്ളത് കൊണ്ട് തന്നെ അവിടേക്ക് നോക്കാൻ പോയില്ല. അവളുടെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തതാണ്. ടീച്ചേഴ്സ് ഒന്നും പറയാതിരിക്കാനാണ് അവൾ അമ്മയും കൂട്ടി വന്നത്. വിരൽ കൊണ്ട് മുകളിലേക്ക് ഉയർത്തുമ്പോഴാണ് അതിൻ്റെ ക്യാമറ ഓണായി വരുന്നത്. ഒരു കൗതുകം പോലെ തോന്നി. അമ്മച്ചി ഒരു പഴയ ഫോൺ ഞങ്ങളുടെ നിർബന്ധം കൊണ്ട് വാങ്ങി. എൻ്റെയും സച്ചുവിൻ്റെയും കൂട്ടുകാരെ വിളിക്കാൻ. സുമ ചേച്ചിയുടെ വീട്ടിലെ ലാൻഡ് ഫോണിൻ്റെ അടുത്ത് അവരുടെ കനിവ് കാത്തു നിൽക്കുന്ന അവസ്ഥയോർത്ത് അടുത്തുള്ള കടയിൽ നിന്ന് ചിട്ടി പോലെ വാങ്ങി. ആദ്യം 500 കൊടുത്തു. പിന്നെ മാസം 150 വെച്ച് കൊടുത്താൽ മതി. അതിലാകെ പാമ്പിൻ്റെ ഒരു ഗെയിം മാത്രമേ ഉള്ളൂ. അതെപ്പോഴും കളിക്കുന്നത് സച്ചു. 9ാം ക്ലാസ്സിലെ അവധി കഴിയുന്ന സമയത്താണ് മെയ് പകുതി മുതൽ തന്നെ 10ാം ക്ലാസ്സിലേക്കുള്ള ക്ലാസ്സുകൾ തുടങ്ങുമെന്നറിഞ്ഞത്. ഈ വർഷം മുതൽ യൂണിഫോമും മാറ്റമാണ്. നീലയും വെള്ളയുമായിരുന്നു ഇതുവരെ. ഇനി റോസും കറുപ്പുമാണ്. ഷാളിന് പകരം കറുത്ത കോട്ടുമുണ്ട്. പിന്നെ ചുവന്ന റിബണ് വെച്ച് മുടി രണ്ടും പിന്നിടണം. ക്ലാസ് തുടങ്ങിയതിന് ശേഷമേ യൂണിഫോമിൻ്റെ തുണി എടുത്തു. അതുകൊണ്ട് കളർ ഡ്രസ്സ് ഇട്ട് വേണം എല്ലാ ദിവസവും പോകാൻ. അതിനു മാത്രം വേഷങ്ങളൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. അമ്മയുടെ അടുത്തേക്ക് ചെന്ന് കുറച്ച് ഡ്രസ്സ് വാങ്ങിത്തരണമെന്ന് പറഞ്ഞു. അമ്മയുടെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പിന്നെ എന്ത് ചെയ്യും എന്നാലോചിച്ച് നിന്നപ്പോഴാണ് അമ്മ അരികിലേക്ക് വന്ന് പറയുന്നത്, നമ്മുടെ ജെസ്സി ഇല്ലേ, ജെസ്സിയുടെ മോളുടെ ഒരുപാട് ഡ്രസ്സ് അവിടെ വെറുതെ ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞതാ. ആ കുട്ടി ഇപ്പോൾ തിരുവനന്തപുരത്തോ മറ്റോ പഠിക്കുന്നത്, ഡിഗ്രിക്ക്. അപ്പം പിന്നെ ഈ ഡ്രസ്സൊക്കെ പള്ളിക്കോ മറ്റോ കൊടുക്കണോ എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, നിനക്ക് തരാമോന്ന്. അമ്മ ഇത് പറഞ്ഞപ്പോൾ സമ്മതത്തോടെ തലയാട്ടി. അന്ന് രാത്രി മുഴുവനുള്ള പ്രാർത്ഥന അത് കിട്ടണേന്ന് മാത്രമായിരുന്നു. പിറ്റേന്ന് അമ്മയ്ക്കൊപ്പം ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയപ്പോഴാണ് അമ്മ ആദ്യമായി പറയുന്നത് ഇവിടുത്തെ ചേച്ചിയുടെ പേരും ശ്വേതയെന്നാണെന്ന്. അത് കേട്ടിട്ടാണ് അപ്പച്ചൻ എനിക്കും എങ്ങനെ ഒരു പേരിട്ടത്. അപ്പോൾ ഒരു കൗതുകം തോന്നി. എന്നെ കണ്ടപ്പോൾ തന്നെ ആൻറ്റിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. സോഫ്റ്റ് പാലപ്പവും കിഴങ്ങും ഗ്രീൻ പീസും ഇട്ട സ്റ്റൂവും വാനിലയും ചോക്ലേറ്റും ഇടകലർന്ന മാർബിൾ കേക്കും ഒക്കെ തന്നു. അത് കഴിച്ച് ഒരു വലിയ കവർ നിറച്ച ഒരുപാട് ഉടുപ്പുകളും അമ്മയ്ക്ക് 2-3 നൈറ്റിയും സാരിയും ഒക്കെയായാണ് വന്നത്. വലിയ സന്തോഷത്തോടെയാണ് അത് വാങ്ങിയത്. എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയെന്ന ചിന്തയായിരുന്നു പിന്നെ. ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടി ആവേശം തോന്നി. വീട്ടിലേക്ക് ചെന്നതും കട്ടിലൊക്കെ കുടഞ്ഞിട്ടു. ഏറ്റവും നല്ല വിലയുള്ള ഉടുപ്പുകളാണ്. ആ ചേച്ചിക്ക് നല്ല വണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് വണ്ണം ഇല്ലാത്തത് കൊണ്ട് എല്ലാം അല്പം വലുതായാണ് കിടക്കുന്നത്. എങ്കിലും സാരമില്ല, മായ ചേച്ചിയുടെ കയ്യിൽ കൊടുത്താൽ 50 രൂപയ്ക്ക് എല്ലാം ഒന്ന് അടിച്ചു തരുമെന്നുള്ളത് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് കരുതി. അതോടെ 10ാം ക്ലാസ്സിലേക്ക് പോകാനുള്ള ഉത്സാഹവും കൂടി. മെയ് ആയപ്പോഴേക്കും ക്ലാസ്സുകൾ തുടങ്ങി. ഓരോ പുതിയ പുതിയ ഉടുപ്പുകളിട്ട് സന്തോഷത്തിലായിരുന്നു ക്ലാസ്സിലേക്ക് കയറി ചെന്നത്. അതിനിടയിലാണ് ഒരാളോട് ഇഷ്ടമുണ്ടെന്ന കഥ മഞ്ജിമ്മ പറയുന്നത്. കൗമാരത്തിൻ്റെ ഓരോ വികാരങ്ങളും അന്ന് അവളിൽ നിന്നാണ് ആദ്യമായി അറിയുന്നത്. എല്ലാവരും ഓരോരുത്തരുടെയും പേരും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ അത്ഭുതത്തോടെയാണ് എല്ലാവരെയും താൻ നോക്കിയത്. ഓരോരുത്തർക്കും പറയാൻ ഓരോ കഥയുണ്ട്.
ട്യൂഷൻ സെന്ററിൽ, ബസ്സിൽ, അങ്ങനെ വീട്ടിൽ, അങ്ങനെ അങ്ങനെ. തങ്ങളുടെ പെൺകുട്ടികൾക്ക് മാത്രം പഠിക്കുന്ന സ്കൂളായതുകൊണ്ട് സ്കൂളിൽ മാത്രം ഒരു കഥയില്ല. എങ്കിലും സ്കൂൾ ബസിന്റെ ഡ്രൈവറോട് വരെ പ്രേമം തോന്നിയ മഹതികളുണ്ട്. പഠിപ്പിക്കാൻ ചെറുപ്പക്കാരായ സാറുമാരാരും ഇല്ലാത്തതുകൊണ്ട് ആരും ഗുരുനിന്ന കാണിച്ചില്ല. എന്നാൽ തനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാത്തത് എന്താണെന്ന ചിന്തയായിരുന്നു അപ്പം മനസ്സിൽ നിറഞ്ഞത്. ആ ചിന്തയ്ക്കൊപ്പം തന്നെ പെട്ടെന്ന് മഞ്ജിമ ഒരു ചോദ്യം കൂടി ചോദിച്ചു. ശ്വേതയ്ക്ക് ലൈനൊന്നും ഇല്ലേടി? ലൈനോ? എനിക്കങ്ങനെ ആരുമില്ല. എന്നിട്ട് ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല. ഭയങ്കര നിരാശയോടെയാണ് അത് പറഞ്ഞത്. മഞ്ജിമ അവിടെ ലിസ്റ്റ് എടുക്കുകയാണ്. ഇപ്പം തന്നെ 7-8 പേരായി കഴിഞ്ഞു. ഇതിൽ 3 പേരോട് അവൾ ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അത്ഭുതത്തോട് തന്നെയാണ് ഇത് കേട്ടിരുന്നത്. പറഞ്ഞു വന്നപ്പോൾ പലർക്കും ഓരോ ഇഷ്ടമുണ്ട്. എന്തിന് ദീപയ്ക്ക് പോലും അവളുടെ അടുത്ത വീട്ടിലെ ചേട്ടനാണ്. ഇതുവരെ അവൾ പറഞ്ഞിട്ട് പോലും ഇല്ലെന്നാണ് പറയുന്നത്. അവൾക്ക് മാത്രമുള്ള ഇഷ്ടം. പക്ഷെ ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്താണ് തനിക്കിങ്ങനെ ഇതുവരെ തോന്നാത്തത്? തനിക്കെന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് പോലും ഒരു നിമിഷം ചിന്തിച്ചു പോയിരുന്നു. ഡ്യൂ ഡ്രോപ്സിലെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് രാഹുലിനെ ഓർമ്മ വരും. ഒരു പ്രത്യേക ടോണിൽ മഞ്ജിമ നിലവിലുള്ള ആളിനെ കുറിച്ച് പറയുകയാണ്. നീ കാണില്ലേ ഡ്യൂ ഡ്രോപ്സ്? വി ചാനലിലാണ് വൈകുന്നേരം. നമ്മുടെ ട്യൂഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും ഉണ്ട്. ഞാൻ ഓടിയാ പോകുന്നത് അത് കാണാൻ വേണ്ടി. വലിയ ഉത്സാഹത്തോടെയാണ് അവൾ പറയുന്നത്. ഞാനും കാണും. ദീപ ഏറ്റുപിടിച്ചു. ആൽബം പാട്ടാണോ? മനസ്സിലാവാതെ ശ്വേത ചോദിച്ചു. അതെ, നല്ല സൂപ്പർ പാട്ടാണ്. എന്നെ ഫീലിംഗ് ആണെന്ന് അറിയോ? എത്ര മണിക്കാ? 5:30-ഓ 6-നോ മറ്റോ ആണ്. നീ കാണില്ലേ? മഞ്ജിമ ശ്വേതയോട് ചോദിച്ചു. ഞാൻ കാണില്ല. ഞാൻ ആ സമയത്ത് ഹലോ കുട്ടിച്ചാത്തനാണ് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഓട്ടോഗ്രാഫ്. അത് കഴിഞ്ഞ് എഴുതാനുള്ളതൊക്കെ എഴുതി വെക്കും. അപ്പോഴേക്കും മാനസപുത്രി കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ അമ്മ എഴുന്നേറ്റ് പോവും. അമ്മയ്ക്കതാ ഇഷ്ടം. പിന്നെ ഞാൻ വന്നിരുന്ന് പാരിജാതം കാണും. JP നല്ല ഗ്ലാമർ അല്ലേ? ശ്വേത പറഞ്ഞപ്പോഴേക്കും താല്പര്യത്തോടെ ദീപയും അത് കേൾക്കാൻ വേണ്ടിയിരുന്നു. ആ അതെ അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് JPയെ. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഓട്ടോഗ്രാഫിലെ ജെയിംസിനെയാ. അല്ലെങ്കിലും മഞ്ജിമ പണ്ട് മുതലേ അല്പം മോഡേൺ ആണ്. സംസാരങ്ങൾ സീരിയലിലേക്ക് വഴിമാറിയെങ്കിലും ശ്വേതയുടെ മനസ്സിൽ അപ്പോഴും നിറഞ്ഞു നിന്നത് തന്നോട് മാത്രം ഇതുവരെ ആരും ഇഷ്ടമാണോ എന്ന് പറയാത്തതും തനിക്കിതുവരെ ആരോടും ഇഷ്ടം തോന്നാത്തതും എന്താണെന്ന ചോദ്യമായിരുന്നു. വീട്ടിലേക്ക് ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് മഞ്ജിമ പറഞ്ഞത് ഓർത്തത്. പെട്ടെന്ന് തന്നെ കുട്ടിച്ചാത്തം മാറ്റി ഡ്യൂ ഡ്രോപ്സ് ഒന്ന് വെച്ച് നോക്കി. അവിടെ പ്രണയം നിറഞ്ഞ ഗാനങ്ങൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ ആൽബമാണ് തകർത്ത് പാടിക്കൊണ്ടിരിക്കുന്നത്. ആ പാട്ട് മുഴുവൻ കേട്ടിട്ടും തനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല എന്നുള്ളത് വീണ്ടും അവളിൽ അത്ഭുതമുണർത്തി. ഇവർക്ക് മാത്രം എന്താണ് ഈ ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ പ്രത്യേക ഫീലിങ്സ് തോന്നുന്നത് എന്ന ചോദ്യമായിരുന്നു മനസ്സിലപ്പോൾ നിറഞ്ഞു നിന്നത്. സമയം 6 മണിയോടടുത്തു. സായം സന്ധ്യ അതിൻ്റെ തേരിലേറി. എന്നിട്ടും അമ്മച്ചിയെ കാണുന്നില്ല. ഒരു നിമിഷം ഭയം എവിടെ നിന്നോ ഒരു വലിയ പെരുമഴയായി മനസ്സിലേക്ക് പെയ്തു. സച്ചു അരികിൽ വന്ന് അമ്മച്ചിയെക്കുറിച്ച് തിരക്കാൻ തുടങ്ങി. വല്യമ്മച്ചിയുടെ മുഖത്തും പരിഭ്രമം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഭയന്നുകൊണ്ടിരുന്ന നിമിഷമാണ് പെട്ടെന്ന് മുറ്റത്തേക്ക് ഒരു ഓട്ടോറിക്ഷ കൊണ്ട് നിർത്തുന്നത്. അതിൽ നിന്നും ഇറങ്ങിയത് അപ്പുറത്തെ വീട്ടിലെ അങ്കിളായിരുന്നു, കോശി അങ്കിള്. പുള്ളി വീട്ടിലേക്ക് നേരെ വരുന്നത് കണ്ടപ്പോൾ എന്തോ ഒരു അപകടം മണത്തു. അന്നമ്മ ചേട്ടത്തിയേ, സാലി ഗവൺമെൻറ് ആശുപത്രിയിലാ. കോശിയങ്കിള് വല്യമ്മച്ചിയോടായി പറഞ്ഞു. അയ്യോ, അമ്മച്ചിക്ക് എന്നാ പറ്റി? പേടിയോടെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഒന്നുമില്ല മോളെ, അമ്മച്ചി ഇന്ന് ജെസ്സിയുടെ വീട്ടിലെ പണിക്ക് പോയില്ലായിരുന്നോ? അവിടെ വെച്ച് എന്തോ തലകർക്കം ഉണ്ടായി വീണെന്നാ പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല, പ്രഷർ കൂടിയതാണെന്നാ പറഞ്ഞത്. അവിടെ ഹോസ്പിറ്റലുണ്ട്. ഇപ്പം ട്രിപ്പ് ഇട്ടിരിക്കുകയാണ്. മോള് വരുന്നെങ്കിൽ ഈ ഓട്ടോയ്ക്ക് ഞാൻ അങ്ങോട്ട് ഇറക്കിയേക്കാം. ഞാനിപ്പോൾ ആശുപത്രി ചെന്നപ്പോഴാണ് കണ്ടത്. സച്ചു, നീ കൂടി വാ, നമുക്ക് പോയി നോക്കാം, ശ്വേത പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവൻ അകത്തു പോയി പാൻറ് ഷർട്ടും ഒക്കെ ഇട്ട് വന്നിരുന്നു. രണ്ടുപേരും കൂടിയാണ് കോശിയങ്ങളുടെ ഒപ്പം വല്യമ്മച്ചിയോട് യാത്രയും പറഞ്ഞ് ഓട്ടോയിലേക്ക് കയറിയിരുന്നത്. ഞാനും സച്ചുവും ഭയത്തോടിരിക്കുന്ന കണ്ടിട്ടാവും പെട്ടെന്ന് കോശിയങ്ങൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മക്കളെ, പേടിക്കണ്ട, അത്രയ്ക്കൊന്നുമില്ല. ട്രിപ്പ് തീർന്ന ഉടനെ വിടും. കോശിയങ്ങളുടെ ഒപ്പം ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് എത്തിയപ്പോൾ വില കുറഞ്ഞ ഡെറ്റോളിൻ്റെ ഗന്ധവും ലോഷൻ്റെയും കൂടിക്കലർന്നൊരു ഗന്ധം മൂക്കിൻ തുമ്പിലേക്ക് ഇരച്ചു കയറി. അവിടെ ഒരു വാർഡിൽ ട്രിപ്പിട്ട് കിടക്കുകയാണ് അമ്മച്ചി. അരികിലായി ജെസ്സി ആൻറ്റിയും ഇരിപ്പുണ്ട്. ഞങ്ങളെ അമ്മച്ചി കണ്ടുവെന്ന് മനസ്സിലായി. അമ്മച്ചി കണ്ടപ്പോൾ വേദന നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും അമ്മച്ചിയുടെ അരികിലേക്ക് ഓടി ചെന്നു. എന്നാ അമ്മച്ചി, എന്നാ പറ്റി? അമ്മച്ചിയുടെ മുഖത്തും കയ്യിലും ഒക്കെ പിടിച്ചുകൊണ്ടാണ് ആ ചോദ്യം. ചോദിച്ചത് ശ്വേതയായിരുന്നു. ഒന്നുമില്ല മക്കളെ, ഒന്ന് പ്രഷർ കൂടിയതാണ്. വെയിലത്ത് നിന്ന് അവൾ എന്തോ പണി ചെയ്തു, അതുകൊണ്ട് പറ്റിയതാ. വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല, സിറ്റി വരെ പോയതാ. മോൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവൻ വന്ന് നോക്കുമ്പോൾ തലകറങ്ങി വീഴുന്നു. അവൻ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം ഇതിന് ചായ മേടിക്കാൻ വേണ്ടി പോയിരിക്കുക. നിങ്ങൾ പേടിക്കണ്ട. ഇവിടെ എന്തോ ആവശ്യത്തിന് വന്നപ്പോൾ ഞാനാ പറഞ്ഞത് കുട്ടികൾ പേടിക്കും, അവരോട് കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കാൻ.
കോശിച്ചായൻ്റെ കട ഇതിന് മുമ്പിലാണല്ലോ. പുള്ളി ഏതായാലും 4 മണിക്ക് വീട്ടിൽ പോയിട്ട് തിരികെ വരുന്ന സമയമുണ്ടല്ലോ. അന്നേരം നിങ്ങളെ ആരെങ്കിലും ഇവിടേക്ക് നിർത്താനാ പറഞ്ഞത്. പറ്റുകയാണെങ്കിൽ ഇന്നിവിടെ കിടക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. നാളെ രാവിലത്തേക്ക് പോയാലും മതി. 2 ട്രിപ്പും കൂടി ഇട്ട ആശ്വാസമാകും. ജെസ്സി പറഞ്ഞു. അതൊന്നും ശരിയാവില്ല ചേച്ചി. അമ്മച്ചി ഒറ്റയ്ക്കല്ലേ വീട്ടിൽ? അമ്മച്ചി പെട്ടെന്ന് പറഞ്ഞു. കോശങ്ങൾ പോകുമ്പോൾ ഇവനെയും കൂടി വിടാം. അപ്പോൾ വല്യമ്മച്ചിയുടെ അടുത്ത് നിൽക്കാൻ ആളായല്ലോ. ഞാൻ അമ്മച്ചിയുടെ കൂടെ നിൽക്കാം. നാളെ രാവിലെ പോയാൽ മതി. ശ്വേത പറഞ്ഞു. ഇനിയിപ്പോൾ രാത്രിയിൽ അങ്ങോട്ട് ചെല്ലുന്നത് നല്ലത്. രാവിലെ പോകുന്നതല്ലേ? കൊച്ചു പറയുന്നത് തന്നെയാ നല്ലത്. ജെസ്സിയും പറഞ്ഞു. അപ്പോഴേക്കും ഒരു ഫ്ലാസ്കും പിടിച്ചുകൊണ്ട് പെട്ടെന്നൊരാൾ അകത്തേക്ക് കയറി വന്നു. ഒരു നീല ജീൻസും ബ്ലാക്ക് ഷർട്ടുമാണ് ആളുടെ വേഷം. ഞാൻ ആളെ മനസ്സിലാവാതെ നോക്കുന്നത് കണ്ടിട്ടാവും. ജെസ്സി ആൻറ്റി ആളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. മോൾക്ക് അറിയില്ലേ? എൻ്റെ മോനാ സാം. പള്ളിയിൽ വെച്ച് പല തവണ ആളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ അടുത്ത് കണ്ടിട്ടില്ല. ഇതാദ്യമാണ്. ആൻറ്റി ചായ കുടിക്ക്. ഒന്നും കഴിക്കാഞ്ഞിട്ടാവും തല ഇറങ്ങി വീണത്. തന്നെ ഒന്ന് നോക്കി പുഞ്ചിരിച്ച് ശേഷം ശ്രദ്ധയോടെ അമ്മയ്ക്ക് ചായ പകർന്നു കൊടുക്കുകയാണ്. അമ്മയുടെ കൈകളിലേക്ക് ഗ്ലാസ് കൊടുത്തു. ഒപ്പം ഒരു പാക്കറ്റും അമ്മയുടെ കയ്യിലേക്ക് വച്ചു കൊടുത്തു. ഇത് പഴംപൊരി. കുട്ടികൾ വന്നത് ഞാൻ കണ്ടില്ല. ഇല്ലെങ്കിൽ എല്ലാവർക്കും വാങ്ങിയനെ. ആള് കുറ്റബോധത്തോടെ പറഞ്ഞു. അത് സാരയില്ല, ഇത് അവർ കഴിച്ചോട്ടെ. എനിക്ക് ചായ മതി. ആവശ്യതയോടെ അമ്മച്ചി പറഞ്ഞു. അത് നീ അങ്ങോട്ട് കഴിക്ക്. അവർക്ക് 2-3 എണ്ണം കൂടി മേടിക്കാം. ഡാ കുറച്ചും കൂടി വാങ്ങിക്കാൻ പോയി. പിള്ളേരും കൂടി ഉള്ളതല്ലേ. ആൻറ്റി ആളെ വഴക്ക് പറയുന്നുണ്ട്. ശരി, ഞാൻ വാങ്ങിയിട്ട് വരാം. ആള് പോകാൻ തുടങ്ങിയതും അമ്മച്ചി തടഞ്ഞു. വേണ്ട മോനെ, അവർ സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഒന്നും വേണ്ട, ഞാനും മറുപടി പറഞ്ഞു. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, അതോ ഞാനിന്ന് നിന്റെ കൂടെ നിൽക്കണോ? ജെസ്സി ആൻറ്റി ചോദിച്ചു. ഞാനുണ്ടല്ലോ. മറുപടി പറഞ്ഞത് ശ്വേത തന്നെയായിരുന്നു. ഇത് കയ്യിലിരുന്നോട്ടെ. അമ്മച്ചിയുടെ കയ്യിലേക്ക് കുറച്ച് നോട്ടുകൾ വച്ചുകൊണ്ട് ജെസ്സി ആൻറ്റി പറഞ്ഞു. വേണ്ട, പണി ചെയ്തതിൻ്റെ കാശ് തന്നായിരുന്നല്ലോ. ഇതങ്ങനെയൊന്നും കൂട്ടണ്ട, ഒരു സഹായമായിട്ട് കൂട്ടിയാൽ മതി. അതും പറഞ്ഞാണ് ജെസ്സി ആൻറ്റി ഞങ്ങളുടെ 2 പേരുടെയും മുഖത്തേക്ക് നോക്കി യാത്ര പറഞ്ഞിറങ്ങിയത്. മോൻ ഇനി എങ്ങനെ പോവും? ജെസ്സി സച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. കോശിയങ്ങൾ 9 മണിയാകുമ്പോൾ വീട്ടിലേക്ക് പോകുമല്ലോ. അപ്പം അങ്കിളിൻ്റെ കൂടെ വിടാം. ശ്വേത തന്നെ മറുപടി പറഞ്ഞു. ഒരുപാട് വൈകില്ലേ? നീ ഇവനെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിട. അവിടെ ഇവരുടെ വല്യമ്മച്ചി ഒറ്റയ്ക്കാണ്. ആളോട് ജെസ്സി ആൻറ്റി പറഞ്ഞു. അതിനെന്താ, ഞാൻ കൊണ്ടുപോയി വിട്ടേക്കാം. ചെറു ചിരിയോടെ ആൾ പറഞ്ഞു. പിന്നെ ഈ ട്രിപ്പ് തീരുമ്പോൾ തന്നെ പറയണം, ഇല്ലെങ്കിൽ തന്നെ ബ്ലഡ് കയറും. തൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് ആളത് പറഞ്ഞത്. അനുസരണയോട് തലയാട്ടി. ആൻറ്റി ഞങ്ങൾ പോട്ടെ. രാവിലെ ഞാൻ ഇതുവഴിയാണ് പോകുന്നത്. അപ്പോൾ ഒന്ന് കയറാം. അമ്മച്ചിയുടെ മുഖത്ത് നോക്കി ആളത് പറഞ്ഞപ്പോൾ എൻ്റെ നോട്ടം മുഴുവൻ ആളിൽ തന്നെയായിരുന്നു. അവർ പോയിക്കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിൽ ആളുടെ മുഖം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും പ്രഭയോടെ ഒരു മുഖം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതാദ്യമാണ്. ആദ്യം കണ്ടപ്പോൾ ആളെ മനസ്സിൽ പോലും ആയിരുന്നില്ല. അത്രയ്ക്കും അപരിചിതനായ ഒരാൾ പെട്ടെന്ന് പരിചിതനാകുന്നത് പോലെ. തുടരും. നായകൻ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾക്ക് കഥ ട്രാക്കിൽ ഏകദേശം കയറുന്നത് പോലെ തോന്നൂ കേട്ടോ.